2026 ജനുവരി 4 ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ സിംഹാസനമായ സാന്റിയാഗോ ബെർണബ്യൂവിലെ വെള്ള വെളിച്ചത്തിൽ റയൽ മാഡ്രിഡിന്റെ ആ ഐതിഹാസിക വെളുത്ത കുപ്പായത്തിൽ ഗോൺസാലോ ഗാർഷ്യ എന്ന 20-കാരൻ സ്വന്തം പേര് ചരിത്രത്തിലേക്ക് കോറിയിട്ട രാത്രി. അന്ന് റയൽ ബെറ്റിസിനെതിരെ അവൻ അടിച്ചുകൂട്ടിയ ആ 3 ഗോളുകൾ വെറുമൊരു ഹാട്രിക് ആയിരുന്നില്ല. താൻ കേവലം ഒരു അക്കാദമി പ്രൊഡക്റ്റ് അല്ലെന്നും വിനീഷ്യസിനും എംബാപ്പയ്ക്കുമൊപ്പം അതേ തലയെടുപ്പോട് കൂടി നിൽക്കാൻ ശേഷിയുള്ള യഥാർത്ഥ റയൽ മാഡ്രിഡ് സ്ട്രൈക്കർ ആണെന്നുമുള്ള പരസ്യ പ്രഖ്യാപനമായിരുന്നു അത്. അന്ന് ബെർണബ്യൂ ഒരേ സ്വരത്തിൽ ആ പേര് വിളിച്ചു കൂവി, ഗോൺസാലോ. എന്നാൽ റയൽ മാഡ്രിഡിന്റെ മണ്ണിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ലണ്ടനിലെ താംസ് നദിക്കരയിൽ മറ്റൊരു കഥ രൂപപ്പെടുകയായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തന്ത്രശാലികളായ ഫുൾഹാം FC. കഴിഞ്ഞ സീസണിൽ ടീമിന്റെ പ്രധാന ആയുധങ്ങളായിരുന്ന റൗൾ ജിമിനസും ഹാരി വിൽസണും ക്ലബ്ബ് വിട്ടതോടെ ഫുൾഹാമിന്റെ മുൻനിരയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കപ്പെട്ടു. ഗോളടിക്കാൻ ഉറച്ച ഒരു നമ്പർ 9 സ്ട്രൈക്കറെ ഫുൾഹാമിന് അത്യാവശ്യമാണ്. അർദ്ധ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ക്ലിനിക്കൽ ഫിനിഷർ. ആ തിരച്ചിൽ ചെന്നെത്തിയത് റയൽ മാഡ്രിഡിന്റെ ഈ യുവ വിസ്മയത്തിലാണ്, ഗോൺസാലോ ഗാർഷ്യ. ഈ ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾക്ക് തീപിടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, അൽവാരോ അർബലോവ. റയൽ മാഡ്രിഡിന്റെ മുൻ താരവും അക്കാദമി പരിശീലകനും പിന്നീട് ഫസ്റ്റ് ടീമിന്റെ ഇടക്കാല പരിശീലകനുമായിരുന്നയാൾ. ഗോൺസാലോ ഗാർഷ്യ എന്ന പ്രതിഭയെ അക്കാദമിയിൽ ചെത്തിമിനിക്കിയ ശില്പി. അർബലോവ ഫുൾഹാമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. താൻ ഏറ്റവും വിശ്വസിക്കുന്ന, തന്റെ തന്ത്രങ്ങൾ കണ്ണടച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന ശിഷ്യനെ ലണ്ടനിലേക്ക് കൊണ്ടുവരാൻ അർബലോവ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു കളിക്കാരന് തന്റെ കോച്ചിലുള്ള വിശ്വാസവും ഒരു കോച്ചിന് തന്റെ കളിക്കാരനുള്ള പ്രതീക്ഷയും തമ്മിലുള്ള ബന്ധമാണ് ഈ ട്രാൻസ്ഫർ നീക്കത്തിന്റെ ആണിക്കല്ല്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ശൈലിക്ക് ഗോൺസാലോ ഗാർഷ്യ ഇത്രയധികം അനുയോജ്യനാകുന്നത്? വശങ്ങളിലേക്ക് മാറി മാറി കളിക്കുവാനും അതേസമയം ഒരു പരമ്പരാഗത ടാർഗറ്റ് മാനായി ബോക്സിനുള്ളിൽ നിലയുറപ്പിക്കുവാനും അവന് പ്രത്യേക കഴിവുണ്ട്. ഫുൾഹാം പരിശീലകൻ അർബലോവയുടെ വിങ് ആക്രമണങ്ങൾക്ക് വേഗത കൂട്ടുവാൻ ഗോൺസാലോ ഗാർഷ്യയുടെ ഓഫ് ദ ബാൾ മൂവ്മെന്റ് ഏറെ സഹായകമാകും. കൗണ്ടർ അറ്റാക്കുകളിൽ എതിർ ഡിഫൻഡർമാരെ കീറിമുറിക്കുന്ന അവന്റെ സ്പീഡും ഇരു കാലുകൾ കൊണ്ടും ഒരുപോലെ പന്തിനെ തൊടുക്കാൻ കഴിയുന്ന പ്രകൃതവും പ്രീമിയർ ലീഗിലെ ശക്തരായ പ്രതിരോധ നിരകൾക്ക് വലിയ വെല്ലുവിളിയാകും. റയൽ മാഡ്രിഡിൽ കിട്ടുന്ന കുറഞ്ഞ മിനിറ്റുകളേക്കാൾ ഫുൾഹാമിൽ പ്രധാന താരമാകാനുള്ള അവസരമാണ് അവന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ ചോദ്യം ഒന്നേയുള്ളൂ, സാന്റിയാഗോ ബെർണബ്യൂവിലെ മഹത്തായ ബെഞ്ചിൽ ഇരുന്ന് അവസരങ്ങൾക്കായി കാത്തിരിക്കണമോ, അതോ ലണ്ടനിലെ ക്രാവൻ കോട്ടേജിലേക്ക് വണ്ടി കയറി പ്രീമിയർ ലീഗിലെ പുതിയ താരോദയമായി മാറണോ? ഹോസെ മൊറീഞ്ഞോയും റയൽ മാഡ്രിഡ് മാനേജ്മെന്റും അവനെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലായിരിക്കും. ഒരുപക്ഷെ ബൈബാക്ക് ക്ലോസോട് കൂടിയ ഒരു ഡീൽ, അല്ലെങ്കിൽ ലോൺ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റം. എന്തുതന്നെ ആയാലും ഫുൾഹാമും അർബലോവയും വിട്ടു നൽകാൻ ഒരുക്കമല്ല. ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുമ്പോൾ കാൽപന്ത് ലോകം കാത്തിരിക്കുന്നത് ആ ഒരു പ്രഖ്യാപനത്തിനാണ്. ഗോൺസാലോ ഗാർഷ്യ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ പുതിയ അധ്യായം കുറിക്കുമോ? നമുക്ക് കാത്തിരുന്നു കാണാം.